അങ്ങനെ സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റ് 3 മുതൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഒരു 100 ദിവസത്തേക്ക് ബിഗ് ബോസിന് വേണ്ടി നമ്മുടെ സ്റ്റാർ സിംഗർ ആ ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ലാലേട്ടന് വന്നിട്ട് കണ്ടസ്റ്റൻസിനെ പൊരിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിലുള്ള സ്റ്റാർ സിംഗർ സീസൺ 10 നടത്തുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു വെക്കേഷൻ, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. അതായത് സീസൺ 6ൻ്റെ സമയത്ത്, അതായത് ബിഗ് ബോസ് സീസൺ 6ൻ്റെ സമയത്ത് സ്റ്റാർ സിംഗർ സീസൺ 9 ഇതേപോലെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷം തിരിച്ച് വന്നപ്പോഴത്തേക്കുമാണ് സ്റ്റാർ സിംഗർ സീസൺ 9 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സീസൺ 10 വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും സീസൺ 10ൻ്റെ ഈ ഒരു ഗ്യാപ്പ്, ഒരു 100 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഗായകരെല്ലാവരും അടിപൊളിയായിട്ട് വീണ്ടും പഠിച്ച് സെറ്റായി ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആളുകൾ ആ ഒരു ക്ഷീണത്തിൽ നിന്നും ഇങ്ങനെ കരകയറി വരുന്ന സമയത്ത് സീസൺ 10 വീണ്ടും റീലോഞ്ച് ചെയ്യും. പിന്നെ ഒരു പൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം കിട്ടുന്ന ഒരു സ്വീകാര്യതയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഈ പറയുന്ന സ്റ്റാർ സിംഗറിന് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതായാലും അടുത്ത ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോയോ അതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയും. പിന്നെ സ്റ്റാർ സിംഗർ സീസൺ 10ലുള്ള കുട്ടികളെ പേടിക്കേണ്ട, നമ്മൾ 100 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തുടങ്ങുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സെറ്റാക്കി വിടാൻ വേണ്ടി ലാലേട്ടൻ വരുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. കാരണം കുറേ നാളായി ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ നമുക്ക് അത്യാവശ്യം ബിഗ് ബോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ലിസ്റ്റുകൾ നമ്മൾ കണ്ട്, 10, 18, 20, 25 പേരോളമുള്ള ഒരു ലിസ്റ്റ് നമ്മൾ കണ്ട്. പക്ഷേ ഇതിലൊക്കെ എന്നാൽ വരാൻ ചാൻസും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 1-2 പേരുടെ കാര്യം കൂടെ ഞാൻ പറയാം. ഒന്ന് എന്ന് പറയുന്നത് രേണുസുതി തന്നെയാണ്. കാരണം രേണുസുതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി, രേണുസുതിയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരം. ഇപ്പം തന്നെ കണ്ടില്ലേ, രേണുസുതിയും പിന്നെ രേണുസുതിക്ക് വീട് കൊടുത്തിട്ടുള്ള ഫിറോസും തമ്മിലൊരു കേസിൻ്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരും പറയുന്ന കേട്ടു രേണുസുതിക്ക് കേസ് ഉള്ളത് കൊണ്ട് വരാൻ വേണ്ടി പറ്റില്ല. സത്യത്തിൽ വക്കീൽ നോട്ടീസ് കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ എന്തായാലും ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ വരാതിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് രേണുസുതി എവിടെ ചാൻസ് കിട്ടിയാലും, അതായത് ഏത് പ്രോഗ്രാം ആണെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തി അവരുടെ കഴിവ് തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് രേണുസുതി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു 99% ഉറപ്പിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള സീസണിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സീസൺ 1 സാബുമോൻ ജയിച്ചു. സീസൺ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ജയിച്ചില്ല. കാരണം അന്ന് കൊറോണ ആയതുകൊണ്ട് പരിപാടി പകുതിക്ക് വെച്ച് നിർത്തി, 75 ദിവസത്തോളം കഴിഞ്ഞിട്ട് നിർത്തി. പക്ഷെ അന്ന് സെറ്റായി നിന്നിരുന്നത് രജിത് സാറായിരുന്നു. പിന്നെ 3ാമത്തെ സീസൺ വന്നപ്പോഴത്തേക്കും നമ്മുടെ മണിക്കുട്ടൻ കപ്പടിച്ചു. അതൊന്നും വലിയൊരു ഓളം ഉണ്ടാക്കിയ ഒരു സീസണൊന്നും അല്ലായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ ഡോക്ടർ റോബിൻ്റെ സീസൺ 4, ഡോക്ടർ റോബിൻ്റെ പേരിൽ തന്നെയാണ് സീസൺ 4 അറിയപ്പെടുന്നത് തന്നെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആയത് നമ്മുടെ ദിൽഷയാണെങ്കിലും ഡോക്ടർ റോബിൻ അന്നുണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് അതൊരു ഓളം തന്നെ ആയിരുന്നു. അതിനുശേഷം അഖിൽ മാരാർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സീസൺ എടുത്ത് നോക്കുന്ന സമയത്ത് അഖിൽ മാരാറിൻ്റെ സീസൺ എന്ന് പറയുമ്പം അഖിൽ മാരാർ മാത്രമായിരുന്നു ആ ഒരു സീസണിൽ ഏത് സമയത്തും ഇങ്ങനെ ഉയർന്നു നിന്നത്. ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും വായ്ത്താളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ ബേസിലാണെങ്കിലും അന്ന് നമ്മുടെ അഖിൽ മാരാരോട് മുട്ടാൻ വേണ്ടിയിട്ട് അധികം ആരും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സീസൺ 5 അഖിൽ മാരാർ നൈസായിട്ട് കപ്പ് തൂക്കി. സാധാരണ ബിഗ് ബോസ് താരങ്ങളെ പോലെ അല്ലാതെ അഖിൽ മാരാർ ഇപ്പോഴും ലൈവായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലെല്ലാം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ലാസ്റ്റ് സീസൺ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനുള്ള മുതലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പുള്ളി സഹതാപതരംഗം കാണിച്ച് ഭയങ്കര അയ്യോ പാവം കളിച്ച് നേടിയ വോട്ടാണെന്നാണ് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സീസണിലെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ ആരെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കണ്ണുനീരോ അല്ലെങ്കിൽ അവരുടെ ഉഡായിപ്പോ അല്ലെങ്കിൽ അവരുടെ അയ്യോ ഞാൻ പാവമാണേ എന്നുള്ള രീതിയിലുള്ള അഭിനയമോ കണ്ടിട്ട് ആയിരിക്കരുത് ജയിപ്പിക്കേണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഇത്രയും സീസൺ കടന്നു വന്നപ്പം, ഇത്രയും സീസൺ കണ്ടു വന്നപ്പം ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സീസണിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ, അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ഇവർ വേറൊരാളായി മാറും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആരാണ് ജിൻഡോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്ത് കളിക്കുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പുറത്തെ കളികളൊന്നും ശരിക്കും നോക്കേണ്ട പോലെ ആവശ്യമില്ല. പക്ഷേ അതൊക്കെ മാറും. ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പുറത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതും പുറത്ത് എങ്ങനെയാണ് എന്നുള്ളതും പിന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളതും നോക്കിയിട്ട് തന്നെയാണ് ആളുകൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു ബിഗ് ബോസ് സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നും നെഗറ്റീവ് അടിച്ച് ഉള്ളിലേക്ക് പോകുന്ന മിക്കവരും വളരെ പോസിറ്റീവായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് കണ്ടിട്ടുള്ളത്. ഉദാഹരണം അഖിൽ മാരാർ, പിന്നെ സാബുമോൻ, പിന്നെ രഞ്ജിനി ഹരിദാസ്. ഇവരെല്ലാം പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് ബിഗ് ബോസിലേക്ക് പോയവരാണ്. പക്ഷേ അവരൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആളുകളുടെ ഇഷ്ടവും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടാണ് പുറത്തോട്ട് വന്നത്. ഇനി ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് രേണു സുധിയും ഉള്ളിലേക്ക് പോകുമ്പോൾ പിന്നെ ഇറങ്ങി വരുന്നത് ഫുൾ പോസിറ്റീവ് വൈബിലായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്കോട് കൂടി ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു സുധിക്ക് അത്യാവശ്യം അഭിനയിക്കാനും കാര്യങ്ങളെ വളച്ചൊടിക്കാനും അല്ലെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളാനും ഒക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ പുറത്തുള്ള നെഗറ്റീവിനെ ഉള്ളിൽ കയറി പോസിറ്റീവ് ആക്കാനുള്ള ഒരു കഴിവും കൂടി രേണു സുധി കാണിക്കും. അപ്പം രേണു സുധീൻ്റെ കൂടെ തന്നെ കൂട്ടായിട്ട് നമ്മുടെ ഷാരിക, ഹോട്ട് സീറ്റ് ഷാരിക, അതായത് നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി, മുന്നിലിരിക്കുന്ന ആളെ എന്ത് വിധേനയും അടിച്ച് തകർത്ത് താഴെ ഇടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇൻ്റർവ്യൂവിന് കയറുന്ന ഷാരിക എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവറാണ്. അപ്പോൾ ഈ പറയുന്ന ഷാരികയും ഈ പറയുന്ന നമ്മുടെ രേണു സുധിയും ഒത്തൊരുമിച്ച് ബിഗ് ബോസ് സീസൺ 7 എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണു സുധീനെ നമ്മുടെ ഷാരിക ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ നെഗറ്റീവും കുറേ പോസിറ്റീവും വന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ ഷാരികയും രേണു സുധിയും കൂടെ ഒത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അതായത് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരെ ഇവർ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വരെ ഇത്രയും പ്ലാൻ ചെയ്യുന്ന ഇവർ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഏതായാലും ഇവരുടെ ആ ഒരു കോംബോ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പം ഇതാണ് സംഭവം. ജൂലൈ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓഗസ്റ്റ് 3-ാം തീയതി നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിഗ് ബോസ് സീസൺ 7-ന് വേണ്ടി നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 താൽക്കാലികമായിട്ട് ഒന്ന് വിടവാങ്ങുകയാണ്. ഈ വിടവാങ്ങിയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് വളരെയധികം ശക്തിയോടെ, അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 100 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് 3-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളും ഉണ്ടാവും ഇതിൻ്റെ ചില റിവ്യൂകളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളും ഉണ്ടാവും. അപ്പോൾ ഏതായാലും എന്താണ് നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 7-നെ കുറിച്ചുള്ള അഭിപ്രായം? അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 ആണോ സ്റ്റാർ സിംഗർ സീസൺ 10 ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.